സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹനാഥൻ യൂട്യൂബ് ചാനൽ കൂടി എന്നെ വീക്ഷിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹിതർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനങ്ങളും സന്ദേശങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് വീണ്ടും ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ എന്നെ സഹായിച്ച സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങളിൽ, അതായത് എല്ലാ മാസവും 15-ാം തീയതി പ്രക്ഷേപണം ചെയ്യുന്ന സന്ദേശങ്ങളിൽ ബൈബിളിലെ 7 പ്രധാന തോട്ടങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതിൽ 5 തോട്ടങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ച് കഴിഞ്ഞു. ഒന്നാമത്തെ തോട്ടം ലൂസിഫറിനെ പാർപ്പിച്ചിരുന്ന തോട്ടം. 2 ആദമിനെ പാർപ്പിച്ച ഏദൻ തോട്ടം. 3 നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. 4 ശലോമോൻ രാജാവിൻ്റെ തോട്ടം. 5 ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടം. ഇവയെക്കുറിച്ച് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ കഴിഞ്ഞ 2 മാസങ്ങളിൽ ദൈവം നമുക്ക് അവസരം നൽകി. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഗേത്സമന തോട്ടത്തെക്കുറിച്ചാണ്. ഇതുവരെ നാം ചിന്തിച്ച 5 തോട്ടങ്ങളും പ്രാധാന്യം അറിയിക്കുന്നു എങ്കിലും അതിപ്രാധാന്യം അറിയിക്കുന്ന ഒരു തോട്ടമാണ് ഗേത്സമന തോട്ടം. ഗേത്സമന തോട്ടത്തെക്കുറിച്ച് കേൾക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ലോകത്തിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ അന്ത്യ അത്താഴവും തിരുവത്താഴവും നടത്തിയതിന് ശേഷം ആ രാത്രിയിൽ യേശുവും യൂദ ഒഴികെ 11 ശിഷ്യന്മാരുമായിട്ട് ഒലിവുമലയ്ക്ക് പുറപ്പെട്ടതായി മത്തായി സുവിശേഷം 26-ന്റെ 26 മുതൽ 29 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 30-ാം വാക്യം ദയവായി ശ്രദ്ധിക്കുക. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടുപോയി. യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ അഥവാ വാതിലിൻ്റെ എതിർവശം സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മലയാണ് ഒലിവുമല. ഈ യെരുശലേം ദേവാലയവും ഒലിവുമലയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേര് കിദ്രോൻ തോട് എന്നാണ്. ഈ ദേവാലയത്തിൽ നിന്ന് ഏകദേശം ഗേത്സമന വരെ എത്തുവാൻ 2.5 കിലോമീറ്റർ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശുവും ശിഷ്യന്മാരും അന്ത്യത്താഴം കഴിഞ്ഞ് ഇതാ ഒലിവുമലയ്ക്ക് പുറപ്പെടുമ്പോൾ ഒലിവുമലയുടെ പടിഞ്ഞാറേ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തോട്ടമുണ്ട്. അതാണ് ഗേത്സമന തോട്ടം. യേശു പലപ്പോഴും ഈ തോട്ടത്തിൽ പോകുകയും അതിൽ നിബിഡമായിരിക്കുന്ന ഒലിവ് വൃക്ഷങ്ങളുടെ കീഴിൽ വിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏകദേശം 2000 വർഷം വരെ പഴക്കമുള്ള ഒലിവ് വൃക്ഷം ഇപ്പോഴും ഈ ഒലിവുമലയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. 4 സുവിശേഷങ്ങൾ അനുസരിച്ച് യേശുവും ശിഷ്യന്മാരും ഗേത്സമനിൽ എത്തിയ ആ രാത്രിയിൽ പല സംഭവങ്ങളും അവിടെ നടക്കുകയുണ്ടായി. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് യെരുശലേം തോട്ടം മറ്റ് തോട്ടങ്ങളേക്കാൾ വ്യത്യസ്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം അറിയിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തൊക്കെയാണ്
ആ രാത്രിയിൽ ഗേത്സമന തോട്ടത്തിൽ നടന്നത്? എന്തുകൊണ്ടാണ് ഗേത്സമന തോട്ടം ഇത്രയധികം ഇമ്പോർട്ടൻ്റായ തോട്ടമായി മാറിയത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഓരോന്നായി ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, യേശു ദുഃഖിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്ത തോട്ടം. രണ്ട്, യേശുവിൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായ തോട്ടം. എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞ തോട്ടം. സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ മട്ട് കണ്ട തോട്ടം. യേശു 3 പ്രാവശ്യം കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ച തോട്ടം. സ്തോത്രം. പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച തോട്ടം. യേശുവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ വീണ തോട്ടം. എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന് യേശു പത്രോസിനോട് ചോദിച്ച തോട്ടം. പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ തോട്ടം. മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു ജനം വാളും വടിയുമായി യേശുവിനെ പിടിപ്പാൻ വന്ന തോട്ടം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഇസ്കരിയോത്ത യൂദ തന്നെ കാണിച്ചു കൊടുപ്പാൻ അടുത്തപ്പോൾ, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് യേശു ചോദിച്ച തോട്ടം. ഒരു നീണ്ട ചുംബനത്താൽ യൂദ യേശുവിനെ പടയാളികൾക്ക് കാണിച്ചു കൊടുത്ത തോട്ടം. യേശുവിനെ പടയാളികൾ ബന്ധനസ്ഥനാക്കിയ തോട്ടം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ തൻ്റെ അരയിൽ കെട്ടിയിരുന്ന വാൾ ഊരി മഹാപുരോഹിതൻ്റെ സേവകനെ വെട്ടിയ തോട്ടം. വാൾ ഉറയിൽ ഇടുക, വാൾ എടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്ന് യേശു പറഞ്ഞ തോട്ടം. പട്ടാളക്കാർ യേശുവിനെ പിടിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിട്ടുപോയ തോട്ടം. അതേ പ്രിയരെ, ഗേത്സമന തോട്ടം ചരിത്ര സംഭവങ്ങളുടെ ഒരു തോട്ടമാണ്. മറ്റ് 5 തോട്ടങ്ങളെക്കാൾ അതിപ്രാധാന്യം അറിയിക്കുന്ന തോട്ടം. പാപികളായിരുന്ന നമ്മെ രക്ഷിപ്പാൻ യേശു പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട തോട്ടം, ഗേത്സമന തോട്ടം.